ശാലിനി ബാലതാരമായി തുടങ്ങിയ മാമാട്ടിക്കുട്ടിയമ്മ എന്ന സിനിമ റിലീസിൻ്റെ 40-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നായികയായി തുടങ്ങിയ അനിയത്തിപ്രാവ് 25 വർഷങ്ങൾ പിന്നിടുകയാണ്. നമുക്കറിയാത്ത എന്തൊക്കെയോ കൂടിച്ചേർന്നതാണ് ജീവിതം എന്ന് തോന്നുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. യുക്തിയുടെയോ ശാസ്ത്രീയതയുടെയോ അളവുകോൽ കൊണ്ട് നിർവചിക്കാനാവാത്ത ചില അനുഭവങ്ങൾ, നിമിത്തം, നിയോഗം, യാദൃച്ഛികത എന്നൊക്കെ അതിനെ പേരിട്ട് വിളിക്കുമ്പോൾ ഈശ്വരനെയും വിധിയെയും കൂട്ടുപിടിച്ച് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. എന്തായിരുന്നാലും ചിലരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ വിസ്മയത്തുമ്പത്ത് കൊണ്ടുചെന്ന് നിർത്തും. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൻ്റെ പാതിയായിരുന്ന ബേബി ശാലിനി ആ തരത്തിൽ രൂപപ്പെട്ടു വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. സിനിമാ കഥകളെ അതിശയിപ്പിക്കുന്ന നാടകീയമായ വഴിത്തിരിവുകൾ അടങ്ങുന്ന കഥ. ശാലിനിയുടെ പിതാവ് ബാബുവുമായുള്ള സൗഹൃദത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ബാബു പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വായിച്ചാൽ ശാലിനിയുടെ ജീവിതകഥയായി. കൊല്ലത്തായിരുന്നു ബാബുവിൻ്റെ സ്വദേശം. പാട്ടെന്നാൽ ജീവനായിരുന്നു ബാബുവിന്. സിനിമയിൽ പാട്ടുകാരനാവണം എന്നായിരുന്നു മോഹം. അന്ന് സിനിമയുടെ ആസ്ഥാനം മദ്രാസാണ്. അവിടെ ചെന്നുപെട്ടാൽ മാത്രമേ ആ രംഗത്ത് എന്തെങ്കിലും ആകാൻ സാധിക്കൂ. പക്ഷേ അവിടെ ആരെയും പരിചയമില്ല. മീശമുളയ്ക്കാത്ത പ്രായത്തിൽ തീർത്തും അപരിചിതമായ ഒരു ഭൂമികയിൽ ചെന്നുപെട്ട് അവസരങ്ങൾ നേടിയെടുക്കുക എന്നതിനെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. എന്നാൽ ആഗ്രഹത്തിൻ്റെ തീവ്രത ഏറെയാണ് താനും. വീടിനടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. രാത്രി 9:30 മദ്രാസിലേക്ക് ഒരു ട്രെയിനുണ്ട്. അതിന് ശബ്ദം കേൾക്കുമ്പോൾ പ്രതീക്ഷയോടെ കാതോർക്കും. എന്നെങ്കിലും ഒരിക്കൽ താനും ആ സ്വപ്നലോകത്ത് എത്തിപ്പെടുന്നതിൻ്റെ പ്രതീക്ഷകളിൽ മനസ്സ് അഭിരമിക്കും. MGRൻ്റെയും ശിവാജി ഗണേശൻ്റെയും ഒറ്റപ്പടം പോലും വിടാതെ കാണും. അവരിലൂടെയായിരുന്നു ആ യുവാവ് മദ്രാസിനെ അറിയാൻ ശ്രമിച്ചത്. എന്തായാലും തുടർച്ചയായി തമിഴ് സിനിമകൾ കണ്ടുകൊണ്ട് ഭാഷ കുറേയൊക്കെ വംശവദമായി. ആയിടയ്ക്ക് ദേവം ഇസ്മയിൽ എന്ന ആളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കൊല്ലം സ്വദേശിയായ അദ്ദേഹം ചെന്നൈയിൽ ഫൈറ്റ് മാസ്റ്ററായിരുന്നു. ഇടയ്ക്ക് ബന്ധുക്കളെ കാണാനായി കൊല്ലത്ത് വരും. അദ്ദേഹത്തെ ചെന്ന് പരിചയപ്പെട്ടു. ബാബു ആദ്യമായി കാണുന്ന സിനിമാക്കാരൻ. അതൊരു അനുഭവമായിരുന്നു. MGRനെയൊക്കെ അടുത്ത് കാണുകയും സംസാരിക്കുകയും ചെയ്ത ഒരാളെ ആരാധനയോടെ ഏറെ നേരം നോക്കി നിൽക്കും. വിശേഷങ്ങൾ ചോദിച്ചറിയും. ബാബുവിൻ്റെ ആഗ്രഹത്തിൻ്റെ തീവ്രത കണ്ട് ഇസ്മയിൽ പറഞ്ഞു, മദ്രാസിലേക്ക് വരൂ, ഷൂട്ടിംഗ് കാണാം. ആ വാക്കുകൾ വലിയ പ്രചോദനമായി. അടുത്ത കൂട്ടുകാരനുമായി ആലോചിച്ചപ്പോൾ അവനും പിന്തുണച്ചു. പിന്നെ കൂടുതൽ ആലോചിക്കാൻ നിന്നില്ല. ട്രെയിനിൽ മദിരാശിയിലേക്ക് പുറപ്പെട്ടു. ഇസ്മയിലിക്കയുടെ വിലാസം കയ്യിലുണ്ട് എന്നത് മാത്രമാണ് ധൈര്യം. എല്ലാ താരങ്ങളും വന്നു പോകുന്ന മസൂദി സ്ട്രീറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അങ്ങനെ ഇസ്മായിലിനെ പോയി കണ്ടു. അദ്ദേഹം പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്തു. ഭർത്താവിൻ്റെ നാട്ടുകാരൻ എന്ന പരിഗണനയിൽ ഇസ്മായിലിൻ്റെ ഭാര്യ മോഹനയും വളരെ കാര്യമായി തന്നെ പെരുമാറി. താമസിക്കാൻ ഇടം തന്നു. നല്ല ഭക്ഷണവും താമസവും മദ്രാസിലെ കാഴ്ചകളും ഒന്നുമായിരുന്നില്ല ബാബുവിൻ്റെ പ്രശ്നം. എങ്ങനെയും ഷൂട്ടിംഗ് കാണണം, താരങ്ങളെ പരിചയപ്പെടണം. അന്ന് ഇന്നത്തെ പോലെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് വളരെ കുറവാണ്. ചിത്രീകരണം ഭൂരിഭാഗവും സ്റ്റുഡിയോക്കുള്ളിലാണ്. അതിനകത്ത് കയറി പറ്റുക എളുപ്പമല്ല. അപരിചിതരെ തീരെ അനുവദിക്കില്ല. ഇസ്മയിലിൻ്റെ ശുപാർശയുള്ളതുകൊണ്ടും മാത്രം ബാബുവിന് അകത്ത് കയറാൻ സാധിച്ചു. ശാരദ സ്റ്റുഡിയോയിൽ മോട്ടുകോര വയലൻ എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ് ആദ്യം കണ്ടത്. MGRൻ്റെ ഫൈറ്റ് സീൻ. ചുവന്നു തുടുത്ത സുന്ദരനായ MGRനെ കണ്ട് ബാബു അന്തം വിട്ടു നിന്നു. ഇനി ശിവാജി ഗണേശനെ കൂടി കാണണം. അതിനും ഇസ്മയിൽ വഴിയുണ്ടാക്കി. ശിവാജിയുടെ ഗുരുദക്ഷിണ എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങാണ് ആദ്യം കണ്ടത്. പിന്നീട് ശിവാജി 3 റോളുകളിൽ അഭിനയിക്കുന്ന ദൈവമകൻ്റെ ഷൂട്ടിംഗ് കണ്ടു. ധാരാളം തമിഴ്, തെലുങ്ക് പടങ്ങളുടെ ചിത്രീകരണം കണ്ടു. നല്ല ശാപ്പാട്, പുതിയ സ്ഥലം, പുതിയ ആളുകൾ, പുതിയ കാഴ്ചകൾ. പക്ഷേ അതുകൊണ്ടൊന്നും ജീവിതമാകുന്നില്ലല്ലോ. തൊഴിലില്ല, വരുമാനമില്ല. ഇസ്മയിലിൻ്റെ ഔദാര്യത്തിലാണെങ്കിൽ ഒരു ജീവിതം. ഭാവി എന്താണെന്ന് ഒരു എത്തും പിടിയുമില്ല. പക്ഷേ ബാബു അതേക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. സ്വപ്നലോകത്ത് വന്നുപെട്ട പ്രതീതിയായിരുന്നു ആ യുവാവിന്. ചുറ്റും നയനമനോഹരമായ കാഴ്ചകൾ. ഇങ്ങനെ മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് കൊല്ലത്തു നിന്ന് കൂട്ടുവന്ന ചങ്ങാതിക്ക് ബോധ്യമായി. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങി. ഒപ്പം വരാൻ ആവശ്യപ്പെട്ടപ്പോൾ ബാബു പറഞ്ഞു, ഞാൻ ഇനി എങ്ങോട്ടുമില്ല. സാധാരണമായ നിശ്ചയദാർഢ്യം നിറഞ്ഞ ഒരു വാക്കായിരുന്നത്. ജീവിതം വലിയ ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോഴും മദ്രാസിനോട് ബാബുവിന് അസാധാരണമായ ഒരു ആത്മബന്ധം തോന്നി തുടങ്ങിയിരുന്നു. ഇന്നത്തെ മദ്രാസ് ഇന്നത്തേതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു.
ഭൂമിശാസ്ത്രപരമായി പോലും ഏറെ അന്തരം. ചെറിയ റോഡുകൾ നിറഞ്ഞ് കുണ്ടും കുഴിയും, നിരനിരയായി നീങ്ങുന്ന പ്ലിമത്ത് കാറുകൾ. പക്ഷേ ഇതൊന്നും ആ യുവാവിൻ്റെ ആത്മവീര്യം കെടുത്തിയില്ല. സ്വപ്നസുന്ദരമായ സിനിമ എന്ന മഹാത്ഭുതം ജനിക്കുന്ന നാട് എന്ന ആകർഷണത്തിനപ്പുറം മദ്രാസിൻ്റെ പരിമിതികൾ അയാളെ അലട്ടിയില്ല. അവിടെ ജനിക്കാനും ജീവിക്കാനും കഴിയുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് മനസ്സ് പറഞ്ഞു. എന്തായാലും ഇനിയുള്ള ജീവിതം ഇവിടെ തന്നെ കരുപിടിക്കണമെന്ന് തീരുമാനം എടുത്തു. പക്ഷേ എങ്ങനെ? ആ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു.